ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണസദ്യക്കൊക്കെ മസ്റ്റായിട്ടും വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓണത്തിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ചീര അവിയൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചീര അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചീര അവിയൽ ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചക്കക്കുരു ആണ്. ചക്കക്കുരു മസ്റ്റായിട്ടും വേണം കേട്ടോ. പിന്നെ നമുക്ക് ചീര ഇവിടെ എനിക്ക് കുറച്ച് മൂപ്പ് കുറഞ്ഞ ചീരയാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടെ മൂപ്പ് കൂടിയ ചീരയാണ് കേട്ടോ ഈ ഒരു ഡിഷിന് നല്ലതായിട്ട് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ചേന ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ പച്ചക്കറികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത്തക്ക ഇതുപോലെ ചെറിയ പീസസ് ആയി നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ചീരയുടെ തണ്ടൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇലയും ചെറിയ തണ്ടുകളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നല്ലതുപോലെ വെന്ത് കിട്ടാനാണ് കേട്ടോ ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ചീരയുടെ ആ ഒരു തണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മൂത്ത തണ്ട് നോക്കിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പച്ചക്കറികളുടെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചീര അവിയൽ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഏത്തക്കായും അതുപോലെ തന്നെ ചക്കക്കുരുവും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത്തക്കായും ചക്കക്കുരുവും ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക്, എൻ്റെ കയ്യിൽ ഈ ഒരു മുളകാണുള്ളത്, അധികം എരിവില്ലാത്ത 2 മുളക് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാമേ. ഇത് രണ്ടും ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം ഇതിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അധികം വേവാത്ത ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ട് ഒരു വിസിലേൽപ്പിച്ചാൽ മാത്രം മതിയാവും. 10 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഏത്തക്കായും ചക്കക്കുരുവും ഒക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചീരയുടെ തണ്ടും കരിയേപ്പിലയും ചേർത്ത് കൊടുക്കാമേ. കരിയേപ്പില നമുക്ക് ഫസ്റ്റേ ചേർത്ത് കൊടുക്കാം, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ചീരയുടെ തണ്ടും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുത്താൽ വെന്തങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ബാക്കി പച്ചക്കറിയെല്ലാം നല്ലതുപോലെ വെന്തതിന് ശേഷം ചീരയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പുണ്ടാക്കി എടുക്കാം. നമ്മൾ നോർമലായിട്ട് തോരനും അവിയലും ഒക്കെ ഉണ്ടാക്കുന്ന ആ സെയിം അരപ്പ് തന്നെയാണ് കേട്ടോ. തേങ്ങയിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കരിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, നമ്മൾ നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ചീര അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നോർമലായിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ചീര അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ ഇലയിൽ ഈ ഒരു കറി മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.